രാത്രി ഒരു 12 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു പെരുമ്പാമ്പ് ഗൈസ്. ആളെ കണ്ടതും പാമ്പുള്ളിലോട്ട് വലിഞ്ഞ് പാമ്പിനെ പിടിക്കാൻ പാമ്പ് പിടുത്തക്കാരനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ പാമ്പിനെ തിരയാണ്. പക്ഷെ പാമ്പ് പണി വെട്ടിച്ചു ഗൈസ്. പാമ്പിനെ തിരഞ്ഞ ആസിഫും കഴിഞ്ഞ് പാമ്പിൻ്റെ മാൾ അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ ആളെ കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ പാമ്പ് പിടുത്തക്കാരനെ തടഞ്ഞു നിർത്തി കുറച്ച് ക്ലാസ് ഏൽപ്പിക്കുന്ന ഞങ്ങൾ ലൈറ്റ് ഇടാതെ വിളിച്ചില്ലാതെ നമ്മളെ മുറ്റാണ് നമ്മളെ പേരാണ് വിചാരിച്ചിട്ട് ആ ഇഞ്ചക്ഷൻ ചെയ്ത മരുന്ന് നേരെ അങ്ങോട്ടാ പോവാ. പ്രത്യേകമായിട്ടുള്ളൊരു ഓൾസുക്കൊല്ലൊരു അറയക്കൊല്ലല്ലോ പോവാ. എങ്ങോട്ടാ കയറാ? രക്തത്തിലലിഞ്ഞ് ആ രക്തത്തിലലിഞ്ഞ സാധനം മരുന്ന് ആ സിറിഞ്ചിനെ തിരിച്ച് റിട്ടം വലിച്ചാൽ ആ മരുന്ന് മാത്രം വേറെ കിട്ടും. ബ്ലഡും മിക്സ് ആയിട്ടാണ് കിട്ടുക. അതേപോലെ തന്നെ ഈ പാമ്പ് കൊത്തിയാൽ സംഭവിക്കുക. പാമ്പ് കൊത്തിയാൽ തിരിച്ചൊന്നും വരില്ല, വിഷം രണ്ടാമത് ഇറങ്ങും. ഇനിയിപ്പോൾ ഈ പിന്നെ കയറിയ വിഷം കറക്റ്റ് ഒരു അറയക്കും ഒരു ഓൾസുക്കല്ലായി പോകണം. നേരെ രക്തത്തിൽ അരിഞ്ഞ് കയറാൻ പോവാണ്. തലച്ചോറ് വരെ എത്തും സമയം കഴിഞ്ഞനുസരിച്ച്. അപ്പോൾ അതിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞുള്ള ആ മരുന്ന് കയറ്റുന്നത്. നമ്മൾ ചെല്ലുമ്പോഴത്തേന് മരുന്ന് കയറ്റൂല. നമ്മളവിടെ ചെന്ന് ഉടനെ രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിൽ കൂടും. പിന്നെ ടെസ്റ്റ് ട്യൂബിൽ അത് നല്ല ഹോസ്പിറ്റലാണോ എന്ന് പോയി നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെ നല്ല ഹോസ്പിറ്റലാണോ? ഇല്ല, ഇവിടെ നമ്മൾ തൊട്ടടുത്തുള്ള കോഴിക്കോട് ബേബി മെമ്മോറിയലുണ്ട്, മിംസിലുണ്ട്.